തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഡിലീറ്റും ചെയ്തു. എന്താ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വലിയ ഔദാര്യമായി പോയി പേളിമാണി ചെയ്തത്. അലഞ്ച് ജോസ് പെരേരയോ അല്ലെങ്കിൽ അണ്ണനെയോ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് കുറച്ചെങ്കിലും പറയാം. കാരണം കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ട്. അതിലൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെങ്ങനെ നമ്മൾ കഴിവില്ലാത്തതിൻ്റെ പേര് കളിയാക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ശരിയുണ്ടാവാം. എന്നാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. ഈ ന്യായീകരണത്തിൽ പോലും ക്ഷമാപണം നടത്തുന്ന വീഡിയോയിൽ പോലും പേളിമാണി വലിയ ഔദാര്യമാണ് കാണിക്കുന്നത്. എന്താണ്, അങ്ങനെ കഴിവുള്ളവരും കഴിവില്ലാത്തവരൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. എൻ്റെ പേരൻസ് അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഞങ്ങളെയൊക്കെ പേരൻസ് എന്താ പഠിപ്പിച്ചെന്നറിയോ? കഴിവില്ലാത്തവരെ അപമാനിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കഴിവ് കുറഞ്ഞവരെ അപമാനിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കഴിവ് കൂടിയവരെ ബഹുമാനിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പേളിമാണിയുടെ പേരൻസ് പഠിപ്പിച്ച് വെറുതെ എന്തിനാ പേരൻസിനെ പോലും വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പേളിമാണികളുടെ വരികൾക്കിടയിൽ വായിക്കാൻ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിൽ സാധാരണ കാണുന്ന രണ്ടു തരം ആനകളുണ്ട്. ഒന്ന് കൊമ്പനാനയും കുഴിയാനയും. കുഴിയാന കൊമ്പനാനയെ നോക്കിയിട്ട് പറയുകയാണ്, വലിപ്പത്തിന്റെ കാര്യത്തിൽ കുറവും കൂടുതലുള്ളവർ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ കൊമ്പനാനയെ അങ്ങനെ ഞാൻ കളിയാക്കിയത് ശരിയായില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ പേളിമാണി സിബി മലനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സിബി മലയലിനെ പോലുള്ള ഒരു അത്യുന്നതനായ ഒരു കലാകാരനെ സൃഷ്ടിച്ചു വെച്ച അവരുടെ കഥാപാത്രങ്ങളിൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ ഒന്ന് പോലും ചെയ്യാൻ ഉള്ള യോഗ്യത ഈ പേളിമാണി എന്ന് പറഞ്ഞ കലാകാരിക്കില്ല. അവർ കലാകാരിയാണ് പോലും നമുക്കറിയില്ല. പിന്നെ ആനയും അമ്പായങ്ങയും തമ്മിലുള്ള വ്യത്യാസം, ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നിങ്ങൾ ഈ പറയുന്നത്. അപ്പോഴും ആ വാക്കിൽ അഹങ്കാരം നിറഞ്ഞ ക്ഷമാപണത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ കളിയാക്കി ശരിയായില്ല, എൻ്റെ പേരൻസ് അങ്ങനെയല്ല. കളിയാക്കാതിരിക്കണം എന്ന് മാത്രമല്ല ചെയ്യേണ്ടത്, ബഹുമാനിക്കുക കൂടി വേണം. അവിടെ വീണ്ടും താങ്കൾ എത്തിയിട്ടില്ല. താങ്കളുടെ പേരൻസ് അവിടെ താങ്കളെ പഠിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരെ കളിയാക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ പേരൻസ് അതും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പേളിമാണിയുടെ ഈ ക്ഷമാപണം ഒരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാത്തതാണ്. ഫോളോവേഴ്സ് നഷ്ടപ്പെടാതിരിക്കാനുള്ള നാടകം മാത്രമാണ്. ഈ വീഡിയോ വെച്ചിട്ടും കുറെ ഫോളോവേഴ്സിനെയോ അല്ലെങ്കിൽ കുറെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക, അതിൽ കുറച്ച് കാശുണ്ടാക്കുക എന്നതിലപ്പുറം ഒന്നും ഇല്ല. ഇതൊരു പൊറാട്ട നാടകം മാത്രമാണ്. ഏതായാലും ജൂലൈ മാസം ഒരുപാട് പേര് ചിരിപ്പിക്കുന്നുണ്ട്. അതിലൊരാൾ ഒരു ചിരിപ്പിക്കൽ കർമ്മമായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. ഗുഡ് ബൈ.